അപ്പം കണ്ണിന് കുറച്ച് നല്ല സ്ട്രെസ്സാ. ഐ ഹാവ് എ വൈഫ്. എടാ എന്ത് ഒരു പക്ഷെ ആ വീഡിയോ വന്നത് കാര്യമായി കേട്ടാ. അത് ഒറിജിനൽ വീഡിയോ. അത് ഞാൻ കല്യാണം കഴിക്കുന്ന ആ സമയത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പിന്നെ നിങ്ങളുടെ ലൈവിൽ അത് പറഞ്ഞതൊന്നുമില്ല. ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഭയങ്കര സത്യമായിട്ടുള്ള കാര്യമാണ്. കള്ളാണ്. പിന്നെ കഴിച്ച് ഞാൻ 2 ദിവസം ലൈവ് വരെ ഇരുന്ന് വേറെ ഒന്നും കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം മടി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ മടി. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന്റെ ഒരു ഇതുള്ളതുകൊണ്ടാണ് വരാതിരുന്നത്. അതുകൊണ്ടല്ലടാ ഇന്നലെ വേറെ ബ്രോ താങ്ക് യു സോ മച്ച് എന്ന വണ്ടി ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, മീൻസ് എലോട്ട്. അപ്പൊ ഇന്നലെ ഇന്നലെ സത്യം പറഞ്ഞ ലൈവിടായിരുന്നതാടാ. ഇന്നലെ ലൈവിടായിരുന്നപ്പോഴാണ് ബോബോയുടെ ബോബോയ് ഒരു കട ഉദ്ഘാടനം ഒരു ഇത് തുടങ്ങുമെന്ന് പറഞ്ഞു. ഉദ്ഘാടനത്തിന് വിളിച്ചെന്റെ. എന്നിട്ട് പറഞ്ഞു അണ്ണാ ഫ്ലെക്സ് ഒക്കെ അടിക്കുന്നുണ്ട്, വലിയ ഫ്ലെക്സ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് പോസ്റ്ററൊക്കെ അടിച്ച് ഇവിടെ വെച്ച് ചെന്നപ്പോ ഞാനും ബോബോയും കണ്ണാപ്പിയും ബോബും ഒരു 2 പിള്ളേരും മാത്രം. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നേരെ അങ്ങനെ പോയി ഇനാഗുറേഷൻ ചെയ്ത് ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്നിട്ട് അവന്റെ ഇനാഗുറേഷൻ ട്രീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ട്രീറ്റിന് പോയിരിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു സമയമായി. അതുകൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം. ടിജയുടെ സിറ്റുവേഷൻ ആയി, അത് ഡ്രോപ്പ് ആയി. അത് 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 ശോക സിറ്റുവേഷൻ എടാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് ഒരു 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 ഡീസൻസി വേണം. അതില്ലാത്ത സിറ്റുവേഷനുകൾ ഞാൻ കളിപ്പിക്കൂല ഇവന്മാരെ. അത് ഞാൻ എപ്പോഴും പറയാ. ഇത് ഒരുത്തന്നെ വണ്ടി എടുക്കുന്നു, അവന്റെ തിരിച്ചു മേടിക്കുന്നു, അതാക്കുന്നു ഇതാക്കുന്നു. അത് എനിക്ക് തോന്നുന്നു അത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഈ ഇപ്പൊ എല്ലാരും പറയുന്നത് ടി ജി ആയിട്ട് അടിക്കാൻ പേടി, അടിക്കാൻ പേടി. ടി ജി ആയിട്ടൊക്കെ എന്താ അടിക്കാൻ പേടി? ഞങ്ങൾ ലാസ്റ്റ് ടർഫ് ഞങ്ങൾ അവരുടെ അടുത്തുനിന്ന് ഞങ്ങൾ ജയിച്ചതാ. മനസ്സിലായി? അവരുടെ അടുത്ത് ഞങ്ങൾ ജയിച്ചതാ ടർഫൊക്കെ. ലൈക്ക് ഗൺ പവറിൽ അങ്ങനെ ഈ പറയണത് പോലെ അങ്ങനെ ഒരു പേടി നമുക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. തോക്കുവാണെങ്കിൽ അങ്ങ് തോക്കും, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് വലുതായിട്ടില്ല. അപ്പം സിറ്റുവേഷൻ മര്യാദയ്ക്ക് അല്ലാത്തത് കൊണ്ടാണ് ആ സിറ്റുവേഷൻ എടുക്കാത്തത്. പിന്നെ പറഞ്ഞില്ലേ, ഇപ്പൊ അവരോട് മര്യാദയ്ക്ക് പൊക്കോണ്ടിരിക്കുക. അവർക്ക് സിറ്റുവേഷൻ വേണ്ടുന്ന സമയത്ത് അവർ വന്ന് ടി വി എടുത്ത് ചൊറിഞ്ഞോട്ടെ, നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ സിറ്റുവേഷൻ എടുക്കുക എപ്പോ വേണേലും റെഡിയാ. അതുകൊണ്ടല്ല അങ്ങനെ വേറെ ഈ പറയുന്ന സിറ്റുവേഷൻ എടുക്കാൻ പേടി അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ ഇപ്പൊ നമ്മുടെ എതിരെയുള്ള ആൾക്കാരാണ് ഇതൊക്കെ പറയണത്. പിന്നെ അവർക്കിപ്പോ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല. അവർക്ക് വേറെ കുറെ ഡിസ്കഷനുകളുണ്ട്. അവരിപ്പോ പറയട്ടെ, അവർക്കിപ്പോ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ് അവര്. അപ്പൊ പിന്നെ നമ്മുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള സമയം അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നമുക്ക് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണ്ട. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, വെൽക്കം. ആൻഡ് ഗൈസ്, എനിക്ക് കുറച്ച് ഒരു 1-2 കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്റെ സ്ട്രീമിലുള്ള ചേഞ്ചസ്. മൈക്ക് മാറിയിരിക്കുവാണോ? എനിക്ക് ഒരു സെക്കൻഡ് എടാ. ഇപ്പൊ ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഗൈസ്, ഇങ്ങനത്തെയൊക്കെ ഈ സെനാറിയോ ഇഷ്യൂസും ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കോൺട്രവേഴ്സി വേറൊന്നും പറയുമല്ലേ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് ജസ്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ കോൺട്രവേഴ്സീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പം മെയിനായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ അഡ്രസ്സ് ചെയ്ത് പറയണ പ്രശ്നം എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് ഒൺലി പ്രശ്നം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണത് പോലെ ടോക്സിസിറ്റി, അടി ഉണ്ടാകുമ്പോഴും വഴക്കുണ്ടാകുമ്പോഴും ഉള്ള തെറിവിളി, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ സ്ട്രീമിനെ പറ്റിയോ അല്ലെ എന്നെ പറ്റിയോ ഒന്നും ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടുമില്ല. അങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയി ഇരുന്ന് കൊടുത്തിട്ടുമില്ല. മനസ്സിലായോ? ഞാനത് ഒരുപാട് കാര്യങ്ങൾ കെയർഫുൾ ആയിട്ട് നോക്കി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വിധത്തിൽ ഇപ്പം എപ്പാർട്ട് ഫ്രം എ ഗെയിമർ, ഒരു ഗെയിമറിന് മോളിൽ എന്നെ കുറെ പേർക്ക് ഈ പറയണത് പോലെ ഈ റിയാക്ഷൻ ഇതായിട്ട് അറിയാം. പിന്നെ ഈ ഷോസ് ഒക്കെ ചെയ്യുന്നത് മ്യൂസിക് റിലേറ്റഡ്, അങ്ങനെ കുറെ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. അപ്പം ഈ RP സിറ്റുവേഷനിൽ നടക്കുന്ന തെറിവിളിയും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ വെറുതെ വന്നിരുന്ന എൻ്റെ ലൈവിൽ ആരും തെറി വിളിക്കാറില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വൾഗർ ആയിട്ടുള്ള ലാംഗ്വേജസ് ഇങ്ങനെ ഇരുന്ന് പറയാറില്ല. എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പം, പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ ഫാമിലിയൊക്കെ ഈ RPക്കകത്തും അതിനകത്തും ഒക്കെ ഡ്രാഗ് ചെയ്യുന്ന സമയത്താണ് മെയിൻലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. അതായത് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചില സമയത്തൊക്കെ പോവല്ലോ, കുഞ്ഞിനെയും മറ്റേ ഇതെല്ലാം അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് മെയിനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻഡ് ഓഫ് ദി ഡേ ഈ വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ ഈ സിറ്റുവേഷൻസും RPയിലെ പ്രശ്നവും ഗെയിമിലെ പ്രശ്നവും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു വിധത്തിൽ അതും ശരിക്കും പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബാഡ് ഇൻഫ്ലുവൻസ് ആണ്. ആൾക്കാരിലാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും പിള്ളേരിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും. ഇപ്പം TV-യിലൊക്കെ കാണുമ്പോൾ ഭയങ്കര അൺനെസസറി ആയിട്ട് നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഴാന്ന് പറഞ്ഞാൽ അതൊരു ശോകം സിറ്റുവേഷൻ ആയിട്ട് എനിക്കും ഇപ്പം തോന്നി തുടങ്ങി. അതായത്
ഞാൻ വേറെ ഒരു കാര്യം പറയാം, ഈ തെറി വിളിക്കാത്തവരൊന്നും മാന്യന്മാരാണെന്ന് മാത്രം വിശ്വസിക്കരുത്. അത് ഞാനൊന്ന് എടുത്തു പറയുകയാണ്. തെറി വിളിക്കാത്തവർ മാന്യത കൊണ്ട് മാത്രമാണ് വിളിക്കാത്തതെന്നൊന്നും വിചാരിക്കരുത്. തെറി വിളിക്കാത്തവന്മാരൊന്നും നല്ലവരുമല്ല അത് ഞാൻ പറയാം. പക്ഷെ അതൊരു തരത്തിൽ ഈ പറയണത് പോലെ ഔട്ട് ഓഫ് ദ ഗെയിം അല്ലെങ്കിൽ ഗെയിം കാര്യങ്ങളൊക്കെ അറിയാത്ത ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ ഇനി എൻ്റെ സ്ട്രീമിൽ ഞാനൊരു വാക്ക് തരാൻ പോവാണ്. ഞാനത് ഇനി എൻ്റെ സ്ട്രീമിൽ അത് മാക്സിമം കൺട്രോൾ ചെയ്യും. ഈ തെറി വിളിക്കില്ല എന്നല്ല പറയണേ, എന്ന് വെച്ചാൽ ഒരുപാട് വൾഗാരിറ്റി ഉള്ള വേർഡ്സും ഇങ്ങനത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതും അത് ഞാൻ എൻ്റെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യും. മാക്സിമം കൺട്രോൾ ചെയ്യാനുള്ളൊരു ശ്രമം ഞാൻ എന്തായാലും നടത്തും. ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറയണ പോലെ എന്താ അത് കണ്ടിന്യൂസ്ലി എൻ്റെ ഗ്യാങ്ങിലുള്ള എല്ലാവരുടെ അടുത്തും ഞാനത് കീപ്പപ്പ് ചെയ്യാനും പറയും. മനസ്സിലായോ? അത് കാരണം ഇങ്ങനത്തെ ഒരു സെനറിയോ വരുമ്പോൾ ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ച് പറയണതും അഡ്രസ്സ് ചെയ്യണതും ഒക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനത്തെ ഒരു സാധനം കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സെനറിയോ വരുമ്പോൾ ഇതിനകത്തോട്ട് വലിച്ചിടാൻ പിന്നെ വേറെ ഒന്നും ഇല്ല ആൾക്കാർക്ക്. മനസ്സിലായോ? ഇത് വേറെ ആരുടെയും എഫക്റ്റ് ഒന്നുമല്ല. എനിക്കാണെങ്കിൽ ഇൻബോക്സിലും ഡി എമ്മിലും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം ഇങ്ങനത്തെ ഇഷ്യൂസ് പറയുമ്പം നമ്മളെ പറ്റി ഒന്നും പറയാതില്ല ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് അഡ്ജസ്റ്റ് ഇത് ചെയ്യണമല്ലോ, എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് അഡ്രസ്സ് ചെയ്യണമല്ലോ. അപ്പോൾ ആ അഡ്രസ്സ് ചെയ്യുന്ന കൂട്ടത്തിൽ കണ്ടൊരു സാധനമാണ് മെയിനായിട്ട് ഇത്. അപ്പം അതെനിക്ക് അതും കൂടി ഒന്ന് കീപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നി. ഇത് മെച്യൂരിറ്റി അങ്ങനെ ഒരു സാധനം അല്ലടാ. ഇമ്മെച്യൂറായിട്ട് പറയണതല്ല അത്. ശരിക്കും നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ പറയുമ്പോഴും ദേഷ്യം വരുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് ഒരു ഹ്യൂജ് കൗണ്ട് ഓഫ് ഓഡിയൻസിന് മുമ്പിലോട്ട് എത്തുമ്പോൾ അത് ഒബ്വിയസ്ലി ടോക്സിസിറ്റി പോലൊരു സാധനം ആവും. അത് മനസ്സിലായോ? ഹലാ ചന്ദ് അല്ലെ 19 തീയതി ഫ്രീ ആണോ? 19 തീയതി അല്ലടാ, തിരക്ക് ബ്ലാക്ക് മാഫിയ വണ്ടി അങ്ങനെയാണെ ഓക്കെ. നിന്റെ എന്തെങ്കിലും കാര്യത്തിനാണ് ഞാൻ തിരക്കായിരുന്നു കളിയാ. വേറെ കാര്യത്തിനാണ് ഞാൻ ഫ്രീ ആവാം. ഞാൻ കൊറേ വിളിച്ചായിരുന്നേ. നീ എന്നെ വിളിച്ചാ? വാട്സപ്പിലാണ് വിളിച്ചേ? അതെ. ഞാൻ അത് കട്ട് ചെയ്ത് വിട്ടു അറിഞ്ഞോണ്ട്. ഞാൻ കുറച്ച് ഡിസ്കോഡൊക്കെ നോക്കിയിട്ട് മറ്റേ ജെയിംസ് ബോണ്ട് എന്റെ ഗെയിമാ 007 ഇന്ന് കളിക്കുന്നത്. എന്റെ ഗെയിമാണോ? ഞാനാണല്ലോ ജെയിംസ് ബോണ്ട്. നീയാണോ ജെയിംസ് ബോണ്ട്? ജെയിംസ് ബോണ്ട് എന്നാ വിളിക്കാറ്. നീ നാട്ടിൽ പോയില്ലടാ? പോയിട്ട് വന്നാ? കള്ളനാ ഇവൻ ഇന്നലെ. എടാ പാവം ബോബോയടാ, നിന്റെ ഒരു 50 അടി ഫ്ലെക്സ് ആയിരുന്നു മൂവാറ്റുപുഴ ടൗണില്. പിന്നെ ഞാൻ റൊണാൾഡോ മോല്ലേ, ഡ്രീമർ ഗെയിമിംഗ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞ 50 അടിയുടെ ഒരു ഫ്ലെക്സ് ഒക്കെ അടിച്ച് നിന്നെ കാണാൻ ജനസാഗരമായിരുന്നു അളിയ അവിടെ വന്ന്. ഞാൻ അവിടെ അളിയ എന്റെ വിശ്വാസത്തിൽ അവന്മാരവിടെ വിശ്വാസമൊന്നും അല്ല. അവന്മാരുടെ കോളേജ് പിള്ളേർക്ക് മറ്റേ അറിയാലോ പണ്ടത്തെ സെറ്റപ്പ് അറിയാലോ നിനക്ക്. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളുടെ കണക്കൊക്കെ ഇത് ബോബോയെ കോണ്ടാക്ട് ചെയ്യാം. ബോബോയ് ഉണ്ടല്ലോ, ഏതോ ഒരു പിള്ളേരെ വിളിച്ചിട്ട് റീൽ എടുത്ത്. സാധാരണ ഞാൻ കട ഇനാഗുറേഷന് പോവാറില്ല. എന്നെ കൊണ്ട് നാട മുറിപ്പിക്കാനൊക്കെ നോക്കി. ഞാൻ നാട മുറിച്ചിട്ട് അടുത്ത ദിവസം കട പൂട്ടി പോയപ്പോൾ പറയും ഇവനൊക്കെ കൈവച്ചതോടെ തീർന്നു. അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് തന്നെ മുറിപ്പിച്ച്. മനസ്സിലായ? ഐക്യം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ അവനെ കൊണ്ട് തന്നെ മുറിപ്പിച്ചിട്ട് കേറി അകത്ത് കയറി ഞാൻ എണ്ണയും തട്ടിയിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഡാർക്കായിരുന്നു. അപ്പൊ നാളെ ബോബോയുടെ കൂട്ടുകാരൻ ഈ കട അടച്ചു പോവുകയാണെങ്കിൽ എനിക്കതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ. ഓടിക്കും മറ്റത് ഓടിയത് ഉറപ്പാ. എന്താണ് മറ്റേ ഇത് റൈഡി തൂക്കുവനെ വിലക്കൊക്കെ അറിയാമോ കണ്ണാപ്പി ചാറ്റില്? നീ ഏതാ അതേ വിളിക്കുന്ന ചാറ്റിൽ മൈൻഡ് ചെയ്യാത്തോണ്ട് ഫോണിൽ വിളിക്കുന്നത്. അറ്റൻഷൻ സീക്കർ കേട്ടാ. എന്തോ മാസ് അടിക്കാനാണ്. എനിക്ക് ഒരു മിനിറ്റ് ആയിട്ടാ. ഹലോ, എന്താടാ കേട്ടില്ല? എന്താ റേഞ്ച് ഇല്ലാത്ത എവിടെ ഇരുന്ന് ഷോ കാണിക്കാൻ വിളിക്കണവൻ. വാട്സാപ്പിൽ അടി 2 കൂടി വെള്ളമടി കൂടി കട അടച്ച് ഈ ബോബോയി ഇന്നലെ വീണ്ടും വിളിക്കണ കേട്ടോ ഇവനെ. ഷട്ടർ തുറക്കാൻ പറ. ഹലോ, എന്താടാ? ദേവദത്ത്
റേഞ്ചിലടാ വെച്ചിട്ട് പോടാ. ഓരോരുത്തന്മാര് ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ളമാരല്ലേ. എടാ നിന്റെ അത്ര ഇല്ലടാ. എന്നാലും നീ ആ ചെറുക്കനെ അത്രയും ഫ്ലെക്സ് ഒക്കെ അടിച്ചിട്ട് പറഞ്ഞു പറ്റിച്ചില്ലടാ ചന്ദ്ര. ഭയങ്കര മോശമായി പോയി അളിയാ, ഭയങ്കര മോശം. നിനക്ക് ഒന്ന് വരായിരുന്നു അളിയാ, ഒന്ന് വന്ന് തല കാണിക്കായിരുന്നു അളിയാ. മോശമായി പോയി. ഞാൻ അല്ലാതെ പോകുന്നുണ്ട് തല കാണിക്കാൻ അളിയാ. ഒന്ന് അവ പയ്യനെ കടയൊക്കെ ഒന്ന് കാണണം അളിയാ. ഇന്ത്യയിലൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിരിക്കണ അമ്പാടിയുടെ ഫ്ലെക്സ് കഴിച്ച് മൂവാറ്റുപുഴ ടൗണില്. ചേച്ചി ഇവിടെ എല്ലാരും വിളിക്കുന്നത് തന്നെ. ഒന്ന് തല കാണിച്ചിട്ട് പോകും. ബിസിനസ് ഒക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാ സിറ്റിയിലോട്ട്. കേട്ടാളിയാ എന്താളിയാ ബിസിനസ് ഒക്കെ ആയ സ്ഥിതിക്ക് സിറ്റിയിലോട്ട് നിന്നെ വരണ്ടെന്ന് പറ. അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ ബാബുവിനെ പോലെ. ഓ അവള് വ്ലോഗ് ഇടുന്നുണ്ടെന്ന് എല്ലാരും കേറി കാണണോ കേട്ടോ. പിന്നെ പിന്നല്ലാതെ അവള് 6 ആഴ്ചക്ക് മുന്നേ വ്ലോഗ് എടുത്തു, അത് ഇതുവരെ ഇട്ടില്ലെന്ന് പറ. അല്ല എല്ലാം എടുത്തു വെക്കും, പക്ഷെ ഒന്നും ഇടൂല. അത് ഇടിച്ചണ ആളാരും സ്കൈലാർത്താ. അല്ലല്ല നിക്കോണാണ് എഡിറ്റർ. ഡേഞ്ചർ പേഴ്സൺ. നൈസായിട്ട് ഇടയ്ക്കൂടെ വന്ന് വ്ലോഗ് പ്രൊമോട്ട് ചെയ്തിട്ടങ്ങ് പോയിട്ടാ. ഒരു കപ്പിനകത്ത് കുറച്ച് ഓറഞ്ചും കൊണ്ടുവന്നിട്ട് 10-14,000 പേരുടെ മുമ്പിൽ വ്ലോഗ് പ്രൊമോട്ട് ചെയ്ത്. എന്ത് ഇത്രയും ചീപ്പ് റേറ്റിൽ പ്രൊമോഷൻ അവിടെ കിട്ടുമല്ലേ. എടാ കണ്ണാപ്പി ഒന്ന് മെസ്സേജ് അയച്ച് ഐവാച്ച് മറച്ചു വിറ്റ് അണ്ണോട് പറയാം. അടിക്കുമല്ല അവന്റെ ഇരിപ്പുണ്ട്. മറ്റേ ഷൺമുഖമാവന്റെ പിടിച്ചു പറിച്ചു മേടിച്ചതാ കളിയാ. ആ റിസോർട്ടിൽ പോയിട്ട് ഐവാച്ച് അവിടെ വെച്ചിട്ട് പോയി ഷൺമുഖമാവൻ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു 2 ദിവസം. ഒരു വാച്ച് കളഞ്ഞു കിട്ടിയെന്ന്. വാച്ച് ഓഫ് ആവുന്നതിന് തൊട്ട് മുമ്പ് ആലപ്പുഴ മാർക്കറ്റിലാണ് അത് ഓഫ് ആയത്. അപ്പോഴേ എനിക്ക് ഞാനോർത്ത് ആരും 500-ന് മറിച്ചു വിറ്റുന്നു. ഷൺമുഖം കഴിഞ്ഞ ദിവസം പോയ റിസോർട്ടിലെ കെയർ ടേക്കർ. എന്താ ഒന്നുമില്ല. ഉച്ചക്ക് എവിടെ പോയതാണ്? ഞാൻ എവിടെ പോയതാ? ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു ഉച്ചക്ക്. വിനീതായിരിക്കും അമ്മ വണ്ടി എന്നോട് ചോദിക്കുന്നത്. വിനീതിനെ കണ്ടായിരിക്കും. വിനീത് വെളിയില്ല. ഞാനൊന്ന് പഴയ കുറച്ച് ഫോട്ടോസ് ഈകളുടെ ഒരു റീല് കിട്ടിയടാ. നീ ആരെയും കാണിക്കാതെ വെച്ചിരുന്ന ഒരു റീല് അളിയാ. കാണിക്കല്ലേ? ഇല്ലല്ല വേണം. അത് കുറച്ച് പഴയതാ അളിയാ. കുറച്ചധികം. വേൾഡ് കപ്പ് ഉണ്ടോ ഗൈസ്? ഞാൻ കണ്ടു. എന്റെ ഫസ്റ്റ് വേൾഡ് കപ്പ് മാച്ച് ആരൊക്കെയായിരുന്നു അറിയോ? മൊറോക്കോയും ബ്രസീലും. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഗൈസ് മൊറോക്കോ ഒക്കെ ഇത്രയും കിടിലം കളിയാണെന്ന്. എന്ത് കളികളാ പോയി കളിച്ച്. എന്റെ അമ്മോ, എന്റെ ഫസ്റ്റ് വേൾഡ് കപ്പ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന മാച്ച് അതാ. ഞാൻ വേൾഡ് കപ്പ് ആദ്യമായിട്ട് കാണുന്ന മാച്ച് അതാ സത്യമായിട്ടും. ഞാൻ ആദ്യമായിട്ട് കണ്ട കഴിഞ്ഞ സീസണാ. കഴിഞ്ഞ വേൾഡ് കപ്പാ ആദ്യമായിട്ട് കാണുന്നത്. നമ്മളങ്ങനെ വിഷയം മാറ്റതാണ്. ഒന്നും പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലേ. 7up എന്താ സംഭവം? ജർമ്മനി കുപ്പി കടിച്ചു. കാര്യം ചോദിച്ചോട്ടെ, ഈ മൊറോക്കോ ഇത്രയും കിടിലാണോ അതോ ബ്രസീൽ ശോകം കളിയാണോ ഈ വട്ടം? മൊറോക്കോ എല്ലാം ഇങ്ങനെ എന്റെ ഫ്രണ്ട് ബ്രസീൽ വലിയ കളി ഈ പ്രാവശ്യം ഇല്ലായിരുന്നാണ് പറഞ്ഞത് അവന്മാര്. അല്ല എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. എനിക്ക് ബ്രസീൽ കുറച്ച് മൊറോക്കോ കിടിലല്ലേ. എന്തൊരു ഇരുന്ന് വല്ലതും പറയൂല. ഈ സ്കൈഡാക്സിന്റെ ബാക്കി കേട്ടില്ല, ഒന്നും പറയില്ല. നീ വെറുതെ സ്കൈഡാക്സേ ഇന്റർനാഷണൽ ഇതുണ്ടെന്ന് അവർക്ക്. ആണോ? ഇങ്ങളെ പറങ്കിപ്പട ഇപ്പൊ മരിച്ചാൽ ആൾക്കാർ കരുവൽ ടൗണിലൊക്കെ മറ്റേ ബ്രസീലിന്റെ ഫ്ലക്സ് ഒക്കെ ഇരിക്കണേ. നാളെ ചന്തയിൽ സാധനം മേടിക്കാൻ പോകുമ്പോ എന്നെ അമ്മമാരെ നേരെ കൊണ്ടുപോകും. കൈ വെട്ടി എടുക്കും. ഐവാച്ചിന് 45,000 രൂപ പറഞ്ഞു കൊടുക്കട്ടെ. വെട്ടുമല്ലോ നിന്റെ ഗെയിമിംഗ് റൂമിൽ തീയിടുമല്ലോ നിന്റെ ഗെയിമിംഗ് റൂമിന്. അണ്ണൊന്ന് ആലോചിച്ചാണ്. എനിക്ക് ഈ വാച്ച് ഇതുവരെ എന്റെ ജീവിതത്തിൽ ആരും തന്നിട്ടില്ല. ഗിഫ്റ്റ് അണ്ണൻ തരുവാണ് അത്? ഇല്ലല്ലോ തരത്തില്ല.
കുഴപ്പമില്ല കുഴപ്പമില്ല ആ കുഴപ്പമില്ല. കുഴപ്പമുണ്ടോണ്ടാ. അന്ന് ഞാൻ ആരെന്നറിയാവോ? നീ ദേവദത്ത്. തങ്കൻ. തങ്കൻ. നീ വീട്ടിൽ പോയില്ലടാ? വീട്ടിലാണ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ബോബോയോ? ബോബോയി ആശുപത്രിയിലാണ്. ആശുപത്രി. സർപ്രൈസ്. പിന്നെ അണ്ണാ ഒരു സർപ്രൈസ് ഉണ്ട് അണ്ണാ. എന്താടാ? കട നഷ്ടത്തില്ല, ഇന്ന് തന്നെ വിറ്റു കേട്ടോ. ഇന്നലെ രാത്രി ഇവിടുന്ന് പോയത് അവൻ എന്ത് പറഞ്ഞിട്ടാന്നറിയോ? അണ്ണാ അതിരാവിലെ കട തുറക്കണം എന്ന് പറഞ്ഞ് പോയത്. അവൻ ഇന്ന് കട തുറന്നു, അതെനിക്കറിയണം. അവൻ ഇന്ന് കട തുറന്നോ? ഇല്ല, ഇന്ന് കട തുറന്നില്ലണ്ണാ. ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞ് അവന്റെ പാർട്ണറാണ്. അവന്റെ പാർട്ണർ അവന്റെ കോളറിൽ കയറി പിടിച്ച് എന്താ പൊണ്ടച്ചാ കാണിക്കുന്ന എടാ തെറി പറയുന്നത് കേട്ടോ എന്റെ ലൈവിലത് വന്നിട്ട്. ഉള്ള കാര്യം ഞാൻ പറയാം കണ്ണാപ്പി. സോറി അണ്ണാ. അവന്റെ കോളറിൽ കയറി പിടിച്ചിട്ട് ചീത്തയും വിളിച്ച് അവനെ ചെവിക്കൽ അടിച്ചിട്ട് പോയണ്ണ. എന്ത് കാര്യം? എന്ത് പിടിച്ച് പിന്നെ കട തുറക്കാതെ കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം കട തുറന്നിട്ടില്ല, തോന്നിയതല്ലേ എന്തിനോ. നമ്മളറിഞ്ഞത് അശ്ലീല ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുന്നതാണല്ലോ. അതിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫസ്റ്റ് കോപ്പി CD ഒക്കെ വെക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാ ഗൈസ് ഞാൻ ഇത് കാണിച്ചില്ലല്ലോ നിങ്ങളെ. ഞാൻ ഇത് നിങ്ങളെ മോസർ ബിയറിന്റെ ഫസ്കോപ്പി CD ഒക്കെ വിളിക്കണത്. ഇതെടുക്കാൻ പോയടാ. ഇതെന്ത് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. വേറെ ഒന്നുമില്ല, ഗിയർ 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 അത് പറ്റി ഗിയർ. ഇവന്മാരെല്ലാം മ്യൂട്ട് ചെയ്തേക്കട്ടെ, അല്ലെങ്കിൽ ശല്യങ്ങളാ. ഷമീം ബ്രോയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് എനിക്കുള്ള. ഷമീം ബ്രോ തന്ന ഈ ഇതും തന്നത് സാബ് ഗുരു ബ്രോ ആണ് എനിക്ക് ആ സ്റ്റിയറിംഗ് തന്നത്. അതിന്റെ കൂടെ അതിന്റെ ഏറ്റവും പുതിയ ഷിഫ്റ്റർ കൊണ്ട് തന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ എന്റെ സാധനങ്ങളൊക്കെ ലൈവിൽ അൺബോക്സ് ചെയ്യുന്ന അൺബോക്സിങ് വീഡിയോ ആയിട്ടൊന്നും പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു റിവ്യൂ പോലെ പറയാം. അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറെ തുണി ഉണ്ടായിരുന്നു, അത് ഓൾറെഡി ഞാൻ വലിച്ചു കളഞ്ഞ്. പിന്നെ അതിൻ്റെ കൂടെ ഈ പേപ്പർ ഉണ്ട്, പിന്നെ അവരുടെ ഒരു സ്റ്റിക്കർ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷിഫ്റ്ററിന്റെ ആ ഒരു ഇതാണ് ആ ഷിഫ്റ്റർ. യഥാർത്ഥത്തിൽ ഒരു കാറിന്റെ ഷിഫ്റ്ററൊക്കെ പോലെ തന്നെ ഫീൽ ചെയ്ത്. ഇത് കണ്ടാ നിങ്ങള്? ഇത് നോക്ക്, കണ്ട സാധനം കണ്ട? ഒടുക്കത്തെ ക്വാളിറ്റിയോടെ, ഒരു രക്ഷയില്ലടാ സാധനം. എൻ്റെ അമ്മു, ഇതൊരു വേറെ ലെവല് സാധനമാണ്. ആൻഡ് ഇനിയാണ് ഇതില് ഞാൻ പറഞ്ഞുതരാം, ഇനിയാണ് ഇതിന്റെ ഗെയിം ചേഞ്ചർ. ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നോബ് ഉണ്ടോ, ഗിയർ നോബ്. ഇതിന്റെ ഗിയർ നോബ് യഥാർത്ഥ വണ്ടികളുടെ ഒക്കെ പോലത്തെ ഒരു ഗിയർ നോബാ. അത് നമുക്ക് ജസ്റ്റ് ഇതിനകത്തിട്ടിട്ട് ഇങ്ങനെ തിരിക്കാം. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇതിനകത്തിട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നോർമലി യഥാർത്ഥത്തിൽ ഒരു വണ്ടിയുടെ ഗിയർ പോലെ. അതേ കണ്ട, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇപ്പുറത്തോട്ടാക്കിയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ്. കണ്ട, ഇതാണ് സാധനം. ഇനിയാണ് നോർമലി ഉള്ള ഷിഫ്റ്റേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഇനി ഇതിനകത്ത് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇതിപ്പം നോർമലി നമ്മൾ എല്ലാ ബ്രാൻഡ്സിന്റെ ഷിഫ്റ്ററൊക്കെ മേടിക്കുന്ന സമയത്ത് ഇത്രയുള്ള ഒരു ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് എച്ച് ഷിഫ്റ്ററാ. ഇനിയാണ് ഇതില് ഗെയിം ചേഞ്ചിങ് സാധനം വരാൻ പോണത്. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ ഊരിയെടുക്കുന്നു. ഇത് നമ്മൾ ഊരിയെടുത്തിട്ട് ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീക്വൻഷ്യൽ ഷിഫ്റ്ററായി. സാധനം കണ്ടാ? തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീക്വൻഷ്യൽ ഷിഫ്റ്ററായി. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു മോഡുണ്ട്, കണ്ട? ഇവിടെ എച്ച് ഷിഫ്റ്ററിൽ നിന്ന് നേരെ സീക്വൻഷ്യലിലോട്ട് തട്ടാനുള്ള മോഡുണ്ട്. ഞാൻ ഇങ്ങോട്ട് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സീക്വൻഷ്യൽ ഷിഫ്റ്ററായി, ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട്. ആൻഡ് ഇനി അവിടെ കൊണ്ട് തീർന്നില്ല. ഇനി ഇതിനകത്ത് ഒരു ഹാൻഡ് ബ്രേക്ക് മോഡുണ്ട്. ഇത് ഹൈ ലോയ്, ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് മോഡുണ്ട്. ഞാനിത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിത് ഹാൻഡ് ബ്രേക്ക് ആയിട്ട് യൂസ് ചെയ്യാം. നേരെ പുറകിലോട്ട് വലിച്ചാൽ ഇത് ഹാൻഡ് ബ്രേക്ക് ആയി. ലിറ്ററലി പറഞ്ഞാൽ നിങ്ങൾക്ക് 3 സാധനങ്ങൾ ഒറ്റ ലിവർ, ഒറ്റ ഒരു ഇതിനകത്ത് വർക്കാവും. സീക്വൻഷ്യൽ ഷിഫ്റ്ററും ഹാൻഡ് ബ്രേക്കും എച്ച് ഷിഫ്റ്ററും. ഇത് ഒരിടത്ത് അങ്ങ് വെച്ച് പിടിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് ഓരോന്നോരോന്ന് എടുത്ത് മാറ്റണ്ട. മോളത്തെ ഈ നോബ് മാത്രം ഊരിയാൽ മതി. മനസ്സിലായോ? ഓൾറൗണ്ടർ ആണ്. അതെ 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 അതെ, ഓൾറൗണ്ടർ സാധനമാണ്. ഫോർസയൊക്കെ കളിക്കാൻ ഞാൻ പറഞ്ഞല്ലേ കേസ്, ഇത്
നിങ്ങൾക്ക് ബാക്കി ഇത് കുറച്ചും കൂടി, ഇത് പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് കുറച്ചും കൂടി നമുക്ക് ഈ പറയണത് പോലെ വലുതായിട്ട് ഓരോരോ കോമ്പോണൻസ് മേടിച്ച് പൈസ കളയണ്ട. എല്ലാം കൂടെ പൈസ മാത്രമല്ല, സ്ഥലവും നോക്കണം. നിങ്ങളിപ്പം ഇതിപ്പോൾ ഒരിടത്ത് വെക്കുവാണെങ്കിൽ ഹെഡ് ഷിഫ്റ്റർ വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് സീക്വൻസിൽ വെച്ച് അതിൻ്റെ അപ്പുറത്ത് ഹാൻഡ് ബ്രേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യം. സ്ഥലവും വേണം, എല്ലാം വേണം. നിങ്ങൾക്ക് വീട്ടിൽ ഈ ഒരുപാട് സ്ഥലമില്ല, നിങ്ങൾ ഒത്തിരി പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല, ചുമ്മാ വീട്ടിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിൽഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വെലോസിറ്റി പ്രോ ഈ ടോട്ടൽ ബീച്ചിന്റെ ഇതിലേക്ക് പോകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഭയങ്കര ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു കേട്ടാ. എനിക്കിതിന് എത്ര രൂപയാണെന്ന് അറിഞ്ഞൂടാ. ക്യാഷും വേണ്ടേ? അല്ല ബ്രോ, ഞാനിപ്പോൾ മറ്റേത് മേടിക്കാൻ പറയുവാണെങ്കിൽ ഞാൻ പറയട്ടെ, മോസയുടെ ഒരു എച്ച് ഷിഫ്റ്ററിന് 17,000 ഉണ്ട്, സീക്വൻഷ്യലിന് 17,000 ഉണ്ട്, ഹാൻഡ് ബ്രേക്കിന് 14,000 ഉണ്ട്. അപ്പത്തിന് എത്രയായി? 17, 34, 48. ഇത് നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരു 25-28 കിട്ടും. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞത്. നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ സ്റ്റിയറിംഗ് ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ UAE വിലക്കുറവാ. UAE വലിയ വിലയില്ല ഇതിന്. UAE ബോസയുടെ സ്പോൺസർഷിപ്പ് പോയെന്ന്. ഇവിടെ 40,000 ഉണ്ടോ അതിന്? ഈ ഗിയറിന് മാത്രം? ഓടാ, അത്ര ഉണ്ടോ? മോസ കൊണ്ടുപോയതേ ഇല്ലില്ല. അത് വേറൊരു കാര്യമുണ്ട്, മോസയുടെ സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ വന്ന്, പക്ഷെ കസ്റ്റംസുകാർ പിടിച്ചു വെച്ചിരിക്കുക. കസ്റ്റംസ് ഡ്യൂട്ടി അടക്കണമെന്നിട്ട് ഞാൻ അതിന് വെയിറ്റ് ചെയ്തിരിക്കുക ഗൈസ്. ഓൾറെഡി സാധനം വന്ന് കസ്റ്റംസിന്റെ കയ്യിലിരിക്കുകയാണ്. കസ്റ്റംസ് ഡ്യൂട്ടി ക്ലിയർ അടച്ചാലേ സാധനം വെളി വരുള്ളൂ. അതിന് വെളി വന്നിട്ട് വേണം ഒരു പോയി വീഡിയോ ഒക്കെ ചെയ്യാൻ. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. അപ്പൊ